നോളജ് വെയിറ്റ് സക്സസിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് LGS മാതൃകാ ചോദ്യത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്. 21ാമത്തെ ചോദ്യം. ലോക്സഭയുടെ സംയുക്ത സമ്മേളനത്തിൽ ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്? ഓപ്ഷൻ എ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി രാഷ്ട്രപതി, ഓപ്ഷൻ ഡി രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ എ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ. അടുത്ത 22ാമത്തെ ചോദ്യം. ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 1983, ഓപ്ഷൻ ബി 1984, ഓപ്ഷൻ സി 1985, ഓപ്ഷൻ ഡി 1986. ഉത്തരം 1986, ഓപ്ഷൻ ഡി. 23. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്ട് പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത്? നമുക്കറിയാം 14 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത്. Therefore ഓപ്ഷൻ എ 14 വയസ്സ്. 24ാമത്തെ ചോദ്യം. ഏത് വർഷമാണ് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ എ 1976, ഓപ്ഷൻ ബി 1977, ഓപ്ഷൻ സി 1978, ഓപ്ഷൻ ഡി 1979. നമുക്കറിയാം 1976 വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 25ാമത്തെ ചോദ്യം. ലോകത്താദ്യമായി ഗ്രീൻ ട്രൈബ്യൂണൽ നടപ്പിലാക്കിയ രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ന്യൂസിലൻഡ്, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി സ്വീഡൻ. ആൻസർ ഓപ്ഷൻ സി ഓസ്ട്രേലിയ ആണ്. അടുത്ത 26ാമത്തെ ചോദ്യം. ബിൽ ആദ്യമായി സമർപ്പിക്കപ്പെടുന്ന അവസരത്തിൽ പ്രസിഡന്റിന് ബിൽ ഒപ്പിടാതെ കൈവശം സൂക്ഷിക്കാം. ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഇംപീച്ച്മെന്റ്, ഓപ്ഷൻ ബി പോക്കറ്റ് വീറ്റോ, ഓപ്ഷൻ സി റഫറൻഡം, ഓപ്ഷൻ ഡി പ്ലെബിസൈറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി പോക്കറ്റ് വീറ്റോ ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. ബിൽ ആദ്യമായി സമർപ്പിക്കപ്പെടുന്ന അവസരത്തിൽ പ്രസിഡന്റിന് ബിൽ ഒപ്പിടാതെ കൈവശം സൂക്ഷിക്കാം. ഇത് പോക്കറ്റ് വീറ്റോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പോക്കറ്റ് വീറ്റോ എന്നാണ് ഈ പവറിനെ അറിയപ്പെടുന്നത്. അടുത്ത 27ാമത്തെ ചോദ്യം. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. Therefore ആൻസർ ഈസ് ഓപ്ഷൻ എ. 28ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ 8ാം പട്ടികയിലുള്ള 22 ഭാഷകളിലൊന്നായ ഒറിയയുടെ പേര് ഒഡിയ എന്ന് ആക്കി മാറ്റിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഇതിന്റെ ശരിയായ ഉത്തരം 96ാം ഭേദഗതി പ്രകാരമാണ്. ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറിയയുടെ പേര് ഒഡിയ എന്ന് ആക്കി മാറ്റിയത്. അടുത്ത 29ാമത്തെ ചോദ്യം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ നിയോജക ഗണത്തിലുള്ള ഓരോ സംസ്ഥാനത്തിലെയും MLA-മാരുടെയും രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങളുടെയും വോട്ടിന്റെ മൂല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ അനുച്ഛേദത്തിലാണ്? അൻപത്തി അഞ്ചാമത്തെ അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ നിയോജക ഗണത്തിലുള്ള ഓരോ സംസ്ഥാനങ്ങളിലെ MLA-മാരുടെയും രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങളുടെയും വോട്ടിന്റെ മൂല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 30ാമത്തെ ചോദ്യം. IAS IPS കേഡറുകൾ നിർത്തലാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? രാജ് മാന്നാർ കമ്മിറ്റി പ്രകാരമാണ് IAS IPS കേഡറുകൾ നിർത്തലാക്കാൻ ശുപാർശ ചെയ്തത്. Therefore 30 ആൻസർ ഈസ് ഓപ്ഷൻ എ രാജ് മാന്നാർ കമ്മിറ്റി.
അടുത്ത 31ാമത്തെ ചോദ്യം, ഏതവസരത്തിലും ഇരുസഭകളുടെയോ ഏതെങ്കിലും ഒരു സഭയുടെയോ പ്രവർത്തനം നിർത്തിവെപ്പിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തിന്റെ പേര് എന്ത്? ഓപ്ഷൻ എ വീറ്റോ, ഓപ്ഷൻ ബി പ്രരോഗ്, ഓപ്ഷൻ സി റെമിഷൻ, ഓപ്ഷൻ ഡി റെസ്പെക്ട്. ആൻസർ പ്രരോഗ്, ഓപ്ഷൻ ബി. 32ാമത്തെ ചോദ്യം, ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ഏത്? നമുക്കറിയാം അമരാവതിയാണ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം. Therefore answer is option C. അടുത്ത 33ാമത്തെ ചോദ്യം, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആര്? ഓപ്ഷൻ എ പാർലമെന്റ് അംഗങ്ങൾ, ഓപ്ഷൻ ബി ലോക്സഭാ അംഗങ്ങൾ, ഓപ്ഷൻ സി രാജ്യസഭാ അംഗങ്ങൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇതിന്റെ ശരിയുത്തരം രാജ്യസഭാ അംഗങ്ങളാണ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭാ അംഗങ്ങൾ ചേർന്നാണ്. Therefore 33 ആൻസർ ഓപ്ഷൻ സി രാജ്യസഭാ അംഗങ്ങൾ. അടുത്ത 34ാമത്തെ ചോദ്യം, ലോക്സഭ പ്രോട്ടേം സ്പീക്കർക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ മുൻ സ്പീക്കർ, ഓപ്ഷൻ ബി ലോക്സഭ സെക്രട്ടറി ജനറൽ, ഓപ്ഷൻ സി രാഷ്ട്രപതി, ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ലോക്സഭ പ്രോട്ടേം സ്പീക്കർക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത്. 34 ഓപ്ഷൻ സി രാഷ്ട്രപതി. അടുത്ത 35ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി അവതരിപ്പിച്ചത് എവിടെയാണ്? നമുക്കറിയാം ഒരിടക്കാല പാർലമെന്റിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി അവതരിപ്പിച്ചത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ഇടക്കാല പാർലമെന്റ്. അടുത്ത 36ാമത്തെ ചോദ്യം, അമ്മയും കുഞ്ഞും എന്ന പ്രശസ്തമായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് മന്ദിരത്തിന് മുന്നിലാണ്? ഓപ്ഷൻ എ പാർലമെന്റ്, ഓപ്ഷൻ ബി രാഷ്ട്രപതി ഭവൻ, ഓപ്ഷൻ സി സുപ്രീം കോടതി, ഓപ്ഷൻ ഡി ഇലക്ഷൻ കമ്മീഷൻ. സുപ്രീം കോടതിയുടെ മുന്നിലാണ് അമ്മയും കുഞ്ഞും എന്ന പ്രശസ്തമായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി സുപ്രീം കോടതി. 37ാമത്തെ ചോദ്യം, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നമുക്കറിയാം പ്രസിഡന്റിനാണ് എപ്പോഴും അതിന്റെ അധികാരമുള്ളത്. ഓപ്ഷൻ എ ഗവർണർ, ഓപ്ഷൻ ബി പ്രസിഡന്റ്, ഓപ്ഷൻ സി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. നമുക്കറിയാം ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രസിഡന്റ്. പ്രസിഡന്റിനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനുള്ള അധികാരം ഉള്ളത്. 38ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം ഭാഗത്തിലാണ് സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 5ാം ഭാഗത്തിലാണ് സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം ആൻസർ ഈസ് ഓപ്ഷൻ ബി 5. 39ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗവർണറുടെ അധികാരമല്ലാത്തത്? ഓപ്ഷൻ എ കുറ്റവാളിക്ക് മാപ്പ് നൽകുക, ഓപ്ഷൻ ബി ശിക്ഷാവിധി നിർത്തിവെക്കുക, ഓപ്ഷൻ സി വധശിക്ഷ സസ്പെൻഡ് ചെയ്യുക, ഓപ്ഷൻ ഡി വധശിക്ഷ മാപ്പാക്കുക. ഇതിൽ വധശിക്ഷ മാപ്പാക്കുക എന്നത് ഗവർണറുടെ അധികാര പരിധിയിൽ വരുന്നതല്ല. ആയതിനാൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വധശിക്ഷ മാപ്പാക്കുക. 40ാമത്തെ ചോദ്യം, കർത്തവ്യ ലംഘനം നടത്തിയാൽ പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് ആരാണ്? ഇതിനുള്ള അധികാരം എപ്പോഴും ഉള്ളത് പ്രസിഡന്റിന് മാത്രമാണ്. ഓപ്ഷനിൽ പല പല ഉത്തരങ്ങളുണ്ട്. ഗവർണർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കേന്ദ്രമന്ത്രി, ഡി പ്രസിഡന്റ്. നമുക്കറിയാം ഓപ്ഷൻ ഡി പ്രസിഡന്റിനാണ് അതിനുള്ള അധികാരം. ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നതിനുള്ള അധികാരം പ്രസിഡന്റിന്. ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് പദം വഹിച്ചത്? അടുത്ത ചോദ്യം, നമുക്കറിയാം BD ജെട്ടി ആണ് ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് പദം അലങ്കരിച്ചിട്ടുള്ളത്. 41ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ BD ജെട്ടി. താങ്ക് യു.